ഹലോ, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത്യാവശ്യം ഗ്രേവിയുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ചിക്കൻ ഒരു 900 ഗ്രാം എടുത്തിട്ടുണ്ട്. സവാള, വേപ്പില, പച്ചമുളക്, കുറച്ച് കാഷ്യൂനട്ട്, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എടുത്ത് വെച്ച ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇത് ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. നമ്മളിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഞാനൊരു ചെറിയൊരു ടൊമാറ്റോയാണ് എടുത്തു വെച്ചത്. അതൊന്ന് ഞാൻ മിക്സിയിൽ അരച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പച്ചമുളകാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടി വേറെ ചേർക്കുന്നില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയിലാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ അധികം ചേർക്കുന്നില്ല. ഞാൻ ഇതൊന്ന് പച്ചമണം മാറി വന്നാൽ നമുക്ക് മസാലപ്പൊടി ചേർത്ത് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്കത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പും മുളകൊക്കെ നോക്കാം. ഞാൻ ഉപ്പ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അല്പം ഉപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം മുളക് പൊടി ഇട്ടിട്ടില്ല. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മുളകുണ്ട്. പച്ചമുളക് ഞാനൊരു 5-6 എണ്ണം ഇട്ട് കൊടുത്ത കാരണം കൊണ്ട്. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.